ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധിയെന്നും തൃശൂരിൽ മാത്രം അത് BJPക്ക് അനുകൂലമായി വന്നത് എങ്ങനെയെന്നതാണ് പ്രശ്നമെന്നും വത്സരാജ്. തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി. തൃശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയെന്നും KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തുടർച്ചയായി മൂന്നാം ദിവസവും തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കി. RPFും എക്സൈസും ജാഗ്രത പുലർത്തുന്നത് ലഹരിക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കഞ്ചാവുമായി പിടിയിലായത് 2 പേർ. കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. 1000 മില്ലിഗ്രാം MDMA പിടിച്ചെടുത്തു. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ്. വാർത്തകൾ വിശദമായി. തൃശൂരിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായിട്ടുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ തോൽവിക്കിടയാക്കി. പരാജയത്തെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്നും KK വത്സരാജ് പറഞ്ഞു. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധി വന്നത്. തൃശൂരിൽ BJPക്ക് അനുകൂലമായി ജനവിധി വന്നു എന്നതാണ് പ്രശ്നം. മറ്റെല്ലായിടത്തും കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ വോട്ട് വർദ്ധിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. ഇടതുപക്ഷം ഡീൽ നടത്തിയെന്ന് ആരോപിക്കുന്ന കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയെന്ന് വത്സരാജ് ചോദിച്ചു. CPIയും CPMും ആഭ്യന്തരമായി തന്നെ അന്വേഷണം നടത്തും. തൃശൂരിലെ തോൽവിക്ക് സംസ്ഥാന ഭരണത്തിനെതിരായ വികാരം കാരണമായിട്ടുണ്ട്. മണ്ഡലത്തിൽ LDF ജയിക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷേ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ലെന്ന് വത്സരാജ് പറഞ്ഞു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. കരുവന്നൂർ വിഷയം നിസ്സാരമായല്ല എടുത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ബാക്കി എല്ലാ മണ്ഡലത്തിലും കോൺഗ്രസും UDFും വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോ തൃശ്ശൂരിൽ NDAക്ക് വേണ്ടി സുരേഷ് ഗോപി വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാലാണ് നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയുക. അതുൾപ്പെടെ ഉണ്ടാവും. പക്ഷെ കരുവന്നൂരിന് അങ്ങനെ നിസ്സാരമായിട്ടല്ല എടുത്തിരിക്കുന്നത്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്നും വത്സരാജ് പറഞ്ഞു. അന്വേഷിക്കുക, അതിനെക്കുറിച്ച് ഗൗരവതരമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നല്ലേ പറഞ്ഞത്. ആ പരിശോധന ഞങ്ങൾ നടത്തി അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തും. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഐക്യമുന്നണി എന്ന രീതിയിൽ ഇടതു മുന്നണി കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇടതു മുന്നണി കറക്റ്റ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തുടർച്ചയായി മൂന്നാം ദിവസവും DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണമുണ്ട്. തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം വൻ പൊട്ടിത്തെറിയിലാണെന്ന വ്യക്തമായ സൂചനകളുമായാണ് തുടർച്ചയായ മൂന്നാം ദിവസവും DCC ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അനിൽ അക്കര, MP വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് വെള്ളിയാഴ്ച പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണമുണ്ട്. K മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും അനിൽ അക്കര മുക്കിയെന്ന് പോസ്റ്ററിൽ പരാമർശിക്കുന്നു. പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച MP വിൻസെന്റ് ഒറ്റുകാരനാണെന്ന് പോസ്റ്ററിൽ കുറ്റപ്പെടുത്തലുണ്ട്. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും സേവ് കോൺഗ്രസിന്റെ പേരിൽ ആവശ്യപ്പെടുന്നു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ് ആണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൊണ്ടൂർക്കരയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. 1000 മില്ലിഗ്രാം MDMA പ്രതിയിൽ നിന്നും പിടികൂടി. SHO MB ഷൈജുവിന്റെ നേതൃത്വത്തിൽ SI പ്രിയൻ, SCP E ജയകുമാർ, ബിജു, രഞ്ജിത്ത്, അൻവർ സാദത്ത് എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ഇരുചക്രവാഹനവും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 19കാരന് ദാരുണാന്ത്യം. രാവിലെ 10 മണിയോടെ പൂവത്തൂർ പറപ്പൂർ റോഡിൽ പാങ്ങ് പെരിങ്ങോട്ട് വെച്ചായിരുന്നു അപകടം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം സ്വകാര്യ ബസ്സിനടിയിൽ പെടുകയായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ശക്തമാക്കി. അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ ലഹരി വസ്തുക്കൾ വ്യാപകമായി കേരളത്തിലെത്തുന്നത് തടയാനാണ് പരിശോധന ശക്തമാക്കിയത്. എക്സൈസ്, റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ആൻഡ് RPF ടീം എന്നിവയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ശക്തമായ പരിശോധന നടത്തുന്നത്. അന്തർ സംസ്ഥാന ട്രെയിനുകളിലാണ് പ്രധാനമായും പരിശോധന. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും കടത്തിക്കൊണ്ടുവരുന്നത് തടയുന്നതിന് പ്രത്യേക സംഘങ്ങളായി നിരീക്ഷണവും ശക്തമാക്കി. പരിശോധനയിൽ അടുത്ത ദിവസങ്ങളിലായി ബീഹാർ സ്വദേശിയായ രാഹുൽ 5 കിലോ കഞ്ചാവുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കപ്പെട്ടിരുന്നു. കാട്ടൂർ സ്വദേശി അജിത്തിനെ വെള്ളിയാഴ്ച 4.25 കിലോ കഞ്ചാവുമായി സംയുക്ത ടീം പിടികൂടി. ട്രെയിൻ മാർഗം വിശാഖപട്ടണത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ് കഞ്ചാവ്. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സജിത്ത്, RPF ഇൻസ്പെക്ടർ ഷമീർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസർമാരായ പ്രൈസ് മാത്യു, ഫിലിപ്സ് ജോൺ, സിജോ സേവിയർ, ജോസ്, വിപിൻ, ജിസ്മി ജോൺ, എക്സൈസ് ടീം അംഗങ്ങളായ കിഷോർ, മോഹനൻ, ശിവൻ, വിശാൽ, ഇർഷാദ്, ബിജു, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാലിന്യം തള്ളുന്നത് തടയാൻ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പട്ടാമ്പി നഗരസഭ. 9 പ്രദേശങ്ങളിലായി 2,35,000 രൂപ ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ ഭീമമായ തുക ചുമത്തി ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പണ്ടത്തെ പോലെ പാതയോരത്തും മാളൊഴിഞ്ഞ പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്ന പരിപാടി ഇനി നടക്കില്ല. അഥവാ മാലിന്യം തള്ളാൻ മുതിർന്നാൽ കീശ കാലിയാവുകയും നടപടി ഉണ്ടാവുകയും ചെയ്യും. മാലിന്യമുക്ത നഗരം എന്ന പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് മാലിന്യം തള്ളുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പട്ടാമ്പിയിൽ സ്ഥിരം മാലിന്യ നിക്ഷേപം നടക്കുന്ന 9 പ്രദേശങ്ങളിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. സൗരോർജ്ജത്തിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന പോർട്ടബിൾ CCTV ക്യാമറകളാണിവ. മാലിന്യം തള്ളുന്നത് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ഭീമമായ പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. എല്ലാ ഭാഗങ്ങളിലും അത് സോളാറിൽ പ്രവർത്തിക്കുന്നതും കറണ്ടിൽ പ്രവർത്തിക്കുന്നതുണ്ട്. ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങളിൽ പ്രത്യേക പരാതി വന്നാൽ അത് വീണ്ടും അതാത് പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ടും നഗരസഭ മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിലുള്ള 9 സ്ഥലങ്ങളിൽ ഈ ക്യാമറ വെച്ചതോടുകൂടി ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നത് ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ പട്ടാമ്പി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും വളരെ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് കച്ചവടക്കാരായാലും ശരി, വീട്ടുകാരായാലും ശരി, അവർ പട്ടാമ്പി നഗരസഭയോട് സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഈ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ആരെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് പെട്ടാൽ വളരെ കൃത്യമായി അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷാ നടപടികളും വലിയ സംഖ്യ ഫൈൻ ഉൾപ്പെടെ നൽകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുക. 2,35,000 രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ടത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യ നിക്ഷേപം നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നാൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മാലിന്യ നിക്ഷേപത്തിന് തടയിടാനും മാലിന്യമുക്ത നഗരമാക്കാനുമാണ് നഗരസഭയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷററും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഇനി നമ്മുടെ മുന്നിലുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ്. 10ാം വാർഡിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്ന് മുതൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ നമ്മൾ 5ാം വാർഡിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 2 വാർഡല്ല, ഇനി നമ്മുടെ ടാർഗറ്റ് ഇനി കൂടുതൽ വാർഡുകളാണ് എന്നുള്ള. കൺവെൻഷനിൽ KM അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. UDFന്റെ കൂട്ടായ പ്രവർത്തനമാണ് മണ്ണൂരിൽ ലീഡ് ഉയർത്താനായതെന്ന് കൺവെൻഷൻ വിലയിരുത്തി. മുസ്ലിം യൂത്ത് ലീഗും വനിതാ ലീഗിന്റെയും പ്രവർത്തനങ്ങളെ കൺവെൻഷൻ അഭിനന്ദിച്ചു. PM സാദിഖ് അലി, പഞ്ചായത്ത് അംഗം PU റജുല, ഷബിത മുനീർ, KP മുനീർ, ഷഫീർ, സൈഫുദ്ദീൻ, CH ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിൽ യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും
ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 46-കാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. 1.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് പുറത്തെടുത്തത്. 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ലാണ് നീക്കം ചെയ്തത്. ഡോക്ടർമാരായ KJ ജീന, ദിവ്യ ഗോപിനാഥൻ, അനസ്തേഷ്യ ഡോക്ടർ VA ശ്യാംകുമാർ, ഡോക്ടർ റഷീദ്, സീനിയർ നഴ്സിംഗ് ഓഫീസർ V ദീപ, നഴ്സിംഗ് ഓഫീസർ സോണിയ മേരി, MA അഞ്ജുമോൾ, പ്രീത ജോൺ എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ വാങ്ങിയത് നമ്മുടെ കരിമ്പ പഞ്ചായത്തിലെ വിപിൻദാസാണ്. അപ്പോൾ ഈ 3-4 പ്രത്യേകതകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഇന്നിപ്പോൾ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ കരിമ്പ പഞ്ചായത്തിൽ ഒരു കുട്ടിക്ക് റാങ്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ മാർക്ക് കിട്ടിയ കുട്ടികളെ അനുമോദിക്കാനാണ്. പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ, ജോയിന്റ് ഡയറക്ടർ വിജയലക്ഷ്മി, ലക്ഷ്മി ദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, CM അബ്ദുൾ റഹ്മാൻ, ER ശശി, KK രാധാകൃഷ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സബീന, ബാങ്ക് സെക്രട്ടറി KB സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാർ, SSLC +2-ൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ വടക്കാഞ്ചേരി മേഖലാ ടീം ജേതാക്കൾ. തൃശൂർ കുട്ടനെല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു. മേത്തെങ്ങാനും കുട്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ വാടാനപ്പള്ളി മേഖലയെ 2 ഗോളിന് തോൽപ്പിച്ചാണ് വടക്കാഞ്ചേരി മേഖല കിരീടം നിലനിർത്തിയത്. തൃശൂർ ജില്ലയിലെ കുട്ടന്നൂർ, വാടാനപ്പള്ളി, കൊടകര മേഖലകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അനിൽ തൊമ്പയിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഷിബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്പോർട്സ് കോർഡിനേറ്റർ ഷിജു പന്തലൂർ നന്ദി അറിയിച്ചു. ചടങ്ങിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി, ടീം മാനേജർ വിനയൻ, അനിൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവരും ഫുട്ബോൾ ക്യാപ്റ്റൻ രാഹുൽ കല്ലമ്പാറയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധിയെന്നും തൃശൂരിൽ മാത്രം അത് BJPക്ക് അനുകൂലമായി വന്നത് എങ്ങനെയെന്നതാണ് പ്രശ്നമെന്നും വത്സരാജ്. തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി. തൃശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയെന്നും KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തുടർച്ചയായി 3ാം ദിവസവും തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കി. RPFും എക്സൈസും ജാഗ്രത പുലർത്തുന്നത് ലഹരിക്കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കഞ്ചാവുമായി പിടിയിലായത് 2 പേർ. കർശന പരിശോധന തുടരുമെന്ന് അധികൃതർ. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. 1000 മില്ലിഗ്രാം MDMA പിടിച്ചെടുത്തു. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.